മക്കളെ പ്രസവിക്കുന്നു അല്ലേ, അൽഹംദുലില്ലാ, ആദ്യത്തെ കുഞ്ഞിൻ്റെ ഉമ്മയായി മാറുന്നു. ഏതോ ഒരു കവി പാടിയൊരു പാട്ടാണ്, ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, ഉമ്മയെ പോലെ ഇരിക്കണം, അവൾ ചന്ദ്രനെ പോലെ തിളങ്ങണം. അപ്പോൾ ഉപ്പ പാടും, ആദ്യത്തെ കുട്ടുമോൾ ആണായിരിക്കണം, ബാപ്പയെ പോലെ ഇരിക്കണം, അവൻ വീരനായി എന്നും വളരണം. സോ ഇത് ഞാനൊരു കോമഡി സെൻസിൽ പാടിപ്പോയെങ്കിലും ഒരു കാര്യമുള്ള കാര്യമാണ്, ശരിയാണ്. നമ്മൾ ആദ്യത്തെ കൺമണിക്ക് അത്രയും കാത്തിരുന്ന് കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഗിഫ്റ്റല്ലേ എല്ലാ ഫീലിങ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു സ്ത്രീയോട് പോയി ചോദിച്ചാൽ മതി, നിൻ്റെ ഫീലിങ്സ്, ആ ഗർഭാവസ്ഥയിൽ നീ അനുഭവിച്ച ആ ഒരു ഇമോഷൻസ്, നിൻ്റെ ഉള്ളിനുള്ളിൽ ഒരു തുടിപ്പുണ്ടെന്ന് അറിയുന്ന ആ ഒരു നിമിഷം. 2 പേരാ അല്ലേ, ബസ്സിൽ പോലും സീറ്റ് കൊടുക്കും ഗർഭിണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറിക്കൊടുക്കും. അതുപോലെ തന്നെ എന്ത് ആഹാരം ടേസ്റ്റ് ചെയ്യുമ്പോഴും പറയും 2 പേർക്കുള്ള ആഹാരം കഴിക്കുക, അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഇട്ടോ എന്ന് പറയും. സോ ആ ഒരു ഫീലിങ്സ് പാസ് ചെയ്ത് വന്നവർക്കറിയാം, അൽഹംദുലില്ലാ അല്ലേ. ആ നമ്മുടെ ഉള്ളിൽ വേറൊരാൾ കിടക്കുവാണ്. അവരോട് സംസാരിക്കാത്ത ഉമ്മമാരില്ല. 2 മാസം മുതലേ കുളിക്കുമ്പം തൻ്റെ കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ് ഉമ്മമാർ. എൻ്റെ കുഞ്ഞ് എനിക്കുള്ളിൽ എന്നെ കേട്ട് വളരട്ടെ. അതെ, അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നല്ലത് മാത്രം നമ്മൾ മക്കളെ കേൾപ്പിച്ച് വളർത്താന്നുള്ളത്. അവരപ്പോഴേ നമ്മളെ ലെസൺ ചെയ്യാണത്രേ നമ്മുടെ ഓരോ ചലനങ്ങളും. അതുകൊണ്ടാണ് ഖുർആൻ ഷെരീഫ് ഓതണമെന്ന് പറയുന്നതും, അതുപോലെ തന്നെ നല്ല നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നതും, നല്ല നല്ല ഫുഡ് കഴിക്കണമെന്ന് പറയുന്നതും, അത്യാവശ്യം റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നതും, കൂടാതെ നല്ല നല്ല സ്പീച്ചസ്, ഇതൊക്കെ അവരിലൂടെ പാസ്സായി പോകുന്നുണ്ട് അത്രേ. ആ ഒരു വൈബ്രേഷൻ ലെവൽ സൂപ്പറാണല്ലേ. സോ ഈ ഒരു ഫീലിങ്സൊക്കെ നമ്മൾ അറിയുന്നത് ആദ്യത്തെ കുഞ്ഞിലൂടെയാണ്. ഉമ്മയാകുന്നതിൻ്റെ ഫീലിങ്സ്, തുടിപ്പുണ്ടാവുന്ന സമയത്ത് അവരത്, പിന്നെ കുഞ്ഞ് ആദ്യമായിട്ട് അനങ്ങുമ്പോൾ വയറിൻ്റെ ചലനങ്ങൾ, ഒന്നനങ്ങിയില്ലെങ്കിൽ ഉമ്മാക്ക് ടെൻഷനാണ്, അങ്ങ് മാറിക്കിടക്കും. ഇപ്പം അനങ്ങുന്നുണ്ടോ? ആ ഓക്കെ, ഇപ്പം അനങ്ങുന്നുണ്ടോ? ഓക്കെ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിരിയോടുകൂടിയല്ലേ കാണുന്നത്. അത് എല്ലാ അമ്മമാരും അനുഭവിച്ചൊരു ഫീലിംഗ് അത്. ഇതൊക്കെ കഴിഞ്ഞ് തരണം ചെയ്ത് പ്രസവ മുറിക്കുള്ളിൽ പോയി ആ വേദനയും ഫേസ് ചെയ്ത് തിരിച്ചിറങ്ങുമ്പോൾ അവൾക്ക് പേര് മാറ്റപ്പെടുന്നു. അവൾ സ്ത്രീയിൽ നിന്നും ഉമ്മയായി മാറ്റപ്പെടുന്നു അല്ലേ. ആ ഒരു ഫീലിങ്സിനെ അത്രയും പ്രൗഡോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് എല്ലാ ഉമ്മമാരും സ്വീകരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആദ്യത്തെ കുഞ്ഞിനെ നമ്മൾ ജന്മം കൊടുത്തു, ആ മക്കൾ ഭൂമിയിലോട്ടും വന്നു. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞു, നമ്മുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്നു ഒക്കെ ചെയ്യുന്നു, എല്ലാ ടേക്ക് കെയറും നമ്മളെ മക്കൾക്ക് കിട്ടുന്നു. സോ അത് കഴിഞ്ഞ് സെക്കൻഡ് ബേബി വന്നു. സെക്കൻഡ് ബേബി വന്നപ്പോഴും ഉമ്മാക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒന്നുപോലെയാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞും എന്ന് പറയുന്ന പോലെ ഒരു ഉമ്മായെ സംബന്ധിച്ചിടത്തോളം എല്ലാ മക്കളും ഒരുപോലെയാണ്. അത് ഉമ്മാക്കറിയാം, ഉപ്പാക്കും അറിയാം. പക്ഷേ സെക്കൻഡ് ബേബി എത്തുമ്പോൾ കുറച്ചുകൂടെ പരിഗണന, ഒരു ടേക്ക് കെയർ കുഞ്ഞു മാവിലോട്ട് പോകും.